ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ കട്ടക്കിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ 4 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. തകർപ്പൻ സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് കളിയിലെ താരം. വിമർശനങ്ങൾക്കുള്ള മറുപടിയായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ സെഞ്ചുറി. 76 പന്തുകളിൽ നിന്നാണ് അന്താരാഷ്ട്ര കരിയറിലെ 49ാം സെഞ്ചുറി രോഹിത് കുറിച്ചത്. ഹിറ്റ്മാന്റെ സ്വന്തം ശൈലിയിൽ ഉശിരൻ സിക്സറിലൂടെ. ഏകദിന ക്രിക്കറ്റിൽ 32ാം സെഞ്ചുറി നേടിയ രോഹിത് റൺവേട്ടയിൽ ദ്രാവിഡിനെ മറികടന്ന് ഇന്ത്യക്കാരിൽ 4ാമനുമായി. 90 പന്തിൽ 119 റൺസ് എടുത്ത് രോഹിത് പുറത്താകുമ്പോൾ ഇന്ത്യ വിജയത്തോട് അടുത്തിരുന്നു. 305 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഇന്ത്യക്ക് രോഹിത്തും ഗില്ലും 1ാം വിക്കറ്റിൽ നൽകിയ 137 റൺസിന്റെ കൂട്ടുകെട്ടാണ് അടിത്തറ ഒരുക്കിയത്. കോഹ്ലി ഇത്തവണ നിരാശപ്പെടുത്തിയെങ്കിലും അക്സർ പട്ടേലും ശ്രേയസ് അയ്യരും കൂടുതൽ അപകടമില്ലാതെ ഇന്ത്യയെ കാത്തു. ശ്രേയസ് 44ഉം അക്സർ 41 റൺസ് എടുത്തു. ഇടവേളകളിൽ വിക്കറ്റുകൾ വീണെങ്കിലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ അനായാസം ജയത്തിലെത്തിച്ചു. നേരത്തെ ബെൻഡക്കിന്റെയും ജോ റൂട്ടിന്റെയും അർദ്ധ സെഞ്ചുറികളാണ് ഇംഗ്ലണ്ടിന് 300 കടക്കാൻ കരുത്തായത്. ലിവിങ്സ്റ്റൺ 41ഉം ഹാരി ബ്രൂക്ക് 31 റൺസ് എടുത്തു. രവീന്ദ്ര ജഡേജ 3 വിക്കറ്റുകൾ വീഴ്ത്തി. കട്ടക്കിൽ ഏകദിന അരങ്ങേറ്റം കുറിച്ച വരുൺ ചക്രവർത്തിയും വിക്കറ്റ് നേടി. രോഹിത് ശർമ്മയാണ് കളിയിലെ താരം. 25ാം തവണയാണ് രോഹിത് പ്ലെയർ ഓഫ് മാച്ച് പുരസ്കാരം സ്വന്തമാക്കുന്നത്. സെഞ്ചുറിയുടെ ഓപ്പണറായി ഏറ്റവും അധികം റൺസ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമെന്ന നേട്ടം രോഹിത് സ്വന്തമാക്കി. സച്ചിനെയാണ് രോഹിത് മറികടന്നത്. ഫെബ്രുവരി 12-ന് ഗുജറാത്തിലാണ് പരമ്പരയിലെ അവസാന മത്സരം. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.